റിച്ചൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ടല്ലോ കുഞ്ഞുപാവയ്ക്ക നിൽപ്പുണ്ടേ, ചെറിയ മരുന്ന് കാട്ടുപാവയ്ക്ക. അത് നമുക്ക് പറിച്ച് തോരൻ വെക്കണം. പിന്നെ വഴുതനങ്ങ കുറച്ച് തീയിൽ വെക്കണം. വായു വീഡിയോയിലേക്ക് പോകും. നമ്മുടെ പാവയ്ക്ക മൂന്നാക്കിയേ കിട്ടുള്ളൂ. എന്നാലും നമുക്ക് തോരൻ വെച്ചാൽ ഇച്ചിരി മൂന്ന് പാവയ്ക്കായി കിട്ടിയുള്ളൂ ഗൈസ്. നമ്മുടെ പാവയ്ക്ക നമ്മൾ എടുത്തിട്ടുണ്ട്. 3 എണ്ണയുള്ളതിലും നമ്മുടെ മറ്റേ പാവയ്ക്കായേക്കാളും 100 ഗുണം ചെയ്യുന്ന പാവയ്ക്കയാണ്. അതുകൊണ്ട് നമ്മൾ കളയുന്നില്ല. 3 എണ്ണയുള്ളതിൽ നമ്മൾ കൊത്തിയരിഞ്ഞ് തോരൻ വെക്കുവാണ്. അതിന് ആവശ്യമായിട്ടുള്ളത് ഇഞ്ചിയും പച്ചമുളകും സവോള എടുത്തിട്ടുണ്ട്. അപ്പം തേങ്ങായും കൂടി എടുക്കുമ്പോൾ ഒരു കുഞ്ഞൊരു തോരനാവുമേ. അപ്പം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നേരത്തെയൊക്കെ ആണെങ്കിൽ അവിടെ ഇവിടെയും തൊടികളിലെല്ലാം ഇതുപോലത്തെ പാവയ്ക്ക കിട്ടുമായിരുന്നു. ഇപ്പം നമ്മൾ നട്ടുപിടിപ്പിച്ചാൽ പോലും ഇതുണ്ടാകത്തില്ല. ഇത് നല്ല ഷുഗറുകാർക്കും എല്ലാം നല്ല പച്ചയ്ക്ക് തിന്നാനും എല്ലാം നല്ല പാവയ്ക്കയാണ്. അതുകൊണ്ടാണ് ഇത് കളയാതെ. ഇച്ചിരി ഉള്ളതിൽ ഇത് മൂത്താണ്. അത് കുരുവെല്ലാം ഞാൻ കൊത്തി എടുക്കുവാണ്. കുഞ്ഞു പാവയ്ക്കൊക്കെ മിക്കവാറും ഒക്കെ ഉള്ളിടത്ത് ഉണ്ടാകും. പക്ഷേ നമ്മൾ നട്ടുപിടിപ്പിച്ചാലും ഉണ്ടാകില്ല. ഞങ്ങൾ ഇന്നാൾ ഒരു കുറേ ഉണ്ടായിരുന്നു. അതിൻ്റെ അരി എടുത്ത് വെച്ച് പാകി കിളിപ്പിച്ച് പിന്നെ മുളയിലോട്ട് കയറ്റി വിട്ടതാണേ. എന്നാണേലും നമുക്ക് വിഷമില്ലാത്തതല്ലേ എല്ലാം. ഇച്ചിരി ഇഞ്ചിയൊക്കെ മതി 2 പാവയ്ക്ക്. തേങ്ങ ഇച്ചിരി ഇടാമെന്ന് ഓർത്താ. തേങ്ങ ഇച്ചിരി ആകുമ്പോഴത്തേക്ക് ഒരു കുഞ്ഞ് തോരന് ഉച്ചയ്ക്കത്തേന് എല്ലാവർക്കും ആകുമേ. കയ്പൊന്നും വരികയില്ല. കയ്പുണ്ടെങ്കിൽ ഇതെല്ലാം ഗുണമുള്ള സാധനമാണ്. നമുക്ക് ചട്ടി വെച്ച് കൊടുക്കാം. നമുക്ക് ചട്ടി വെച്ച് കൊടുത്തു. ചട്ടി ഒന്ന് ചൂടാകട്ടെ. ഇച്ചിരി എണ്ണ മതി. നമ്മുടെ കടുക് തീർന്നു പോയേ. അപ്പോൾ നമുക്ക് അരി ഇച്ചിരി ഇട്ട് കൊടുക്കാവേ. കടുക് നമ്മൾ പുറത്ത് പോയി വാങ്ങണം ഇനി. അതുകൊണ്ട് നമുക്ക് ഇന്ന് ഉള്ളതും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അരി അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അരിമണിയെല്ലാം നമ്മൾക്ക് നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കാം. കരിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുത്തു. നമ്മുടെ നാടൻ കരിവേപ്പിലയാണ്. അപ്പം നമ്മുടെ ഈ പാവയ്ക്ക അരിഞ്ഞ് വെച്ചിട്ടുള്ളത് നമുക്ക് ഇട്ട് കൊടുക്കാം. പാവയ്ക്കായി എന്ന് പറയുമ്പോൾ പാവയ്ക്ക അധികം ഇല്ല, എന്നാലും അതിൻ്റെ ഒന്നും കളയേണ്ട കാര്യമില്ല. ഇട്ട് കൊടുക്കാം. തേങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ ചിരണ്ടി വെച്ചത് നമ്മൾ ഇച്ചിരി ഇട്ട് കൊടുത്തു. നമുക്കൊരു കുഞ്ഞ തോരനായി അന്നേരവേ.
ആ പാവയ്ക്ക ഇത്രയുള്ളതിന് വേണ്ടിയിട്ട് ഗുണമുള്ള സാധനമായതുകൊണ്ടാണ് നമ്മൾ കളയാഞ്ഞ്. അപ്പോൾ നമുക്കൊരു വീഡിയോ ചെയ്യാം. ഇച്ചിരി ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇതൊന്ന് മൂടി വെച്ചെടുക്കാതെ തേങ്ങായും സവോളയും പച്ചമുളകും ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ പച്ചമുളകായതുകൊണ്ട് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാവേ. 2 സെക്കൻഡ് ഇരിക്കട്ടെ. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പം നല്ല മണമൊക്കെ വരുന്നുണ്ട്. നല്ല സൂപ്പർ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പം ഒത്തിരി പാവയ്ക്കൊന്നും ഇല്ലെന്നോർത്ത് വിഷമിക്കേണ്ട, അതിൻ്റെ ഗുണങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. അപ്പം നമ്മുടെ തോരൻ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒന്നും പറയാനില്ല, നല്ല സൂപ്പർ തോരൻ. എല്ലാം പാകത്തിന് എരിവും ഉപ്പും എല്ലാം പാകത്തിനുണ്ട്. നല്ല ഒന്നാമതൊരു തോരനാണ്. അപ്പോൾ ഇതുപോലെ 2 പാവയ്ക്കേ ഉള്ളൂ, 3 പാവയ്ക്ക ഉള്ളൂ എന്നോർത്ത് ആരും വീഡിയോ വെക്കാതിരിക്കില്ല. കാണുന്നിടത്ത് കുറച്ച് എവിടെയെങ്കിലുമൊക്കെ കണ്ടാലേ അത് പറിച്ച് വെക്കണം. നമ്മൾ ഇങ്ങനത്തെ അരിയൊക്കെ പാകി കിളിപ്പിക്കണം. ഒത്തിരി ശരീരത്തിനൊക്കെ നല്ലതാക്കി ചെറിയ പാവയ്ക്കായേ. ഇപ്പം നിർത്തി കൊടുക്കാൻ എല്ലാം റെഡി ആയതാണേ തോരൻ. അപ്പം നമുക്ക് തോരൻ കൂട്ടി ചോറുണ്ണാം. അപ്പം ഇത്ര കറിയൊക്കെ ഉള്ളൂ. പാവയ്ക്ക തോരൻ, മെഴുക്കുവരട്ടി, കോവയ്ക്ക, ചക്ക വേവിച്ചത്, ചമ്മന്തി, അച്ചാറും കൂടെ വരും ഇനി. ഓക്കേ, ഒക്കെ കൂട്ടി ഒരു ഊണ് നടത്താം. ഇപ്പം എല്ലായിടത്തും ഒക്കെ അച്ചാറൊക്കെ കൊടുക്കാൻ പോയേക്കുമായിരുന്നേ. അതൊക്കെ കൊടുത്തൊക്കെ കഴിഞ്ഞ് വിശന്ന് പോയി. 2 മണിയായി. അപ്പം ചോറെടുത്ത് ഉണ്ണുവാണേ. ചക്ക വേവിച്ചുണ്ട്, തേങ്ങ അരച്ച മാങ്ങ ചമ്മന്തി ഉണ്ട്, കോവയ്ക്ക ഉണ്ട്, പാവയ്ക്ക തോരനുണ്ട്, അച്ചാറുണ്ട്, മീൻകറി ഉണ്ട്, ഞാൻ എടുത്തില്ലേ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഷെയർ ചെയ്യണം, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നല്ലൊരു വീഡിയോയുമായി കാണുന്നുണ്ട്. ബൈ ബൈ.